അസ്സലാമു അലൈക്കും. വെൽക്കം ടു മിനൂസ് വേൾഡ്. എല്ലാവർക്കും മിനൂസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമ്മൾ ഏകദേശം റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ വിലയേറിയ സജഷൻസും അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പീസ് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചിക്കൻ 500 ഗ്രാം, വലിയ ജീരകം 1 ടീസ്പൂൺ, ചെറിയ ജീരകം 1 ടീസ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, ചെറിയ ഉള്ളി 15 എണ്ണം, പച്ചമുളക് 2 എണ്ണം, കറിവേപ്പില 1 തണ്ട്, ഉപ്പ് ആവശ്യത്തിന്, ഓയിൽ ആവശ്യത്തിന്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ ജീരകം, വലിയ ജീരകം, കുരുമുളക് എന്നിവയെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് തണുക്കാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാളയായാലും കുഴപ്പമില്ല. സവാള എടുക്കുകയാണെങ്കിൽ 2 എണ്ണം ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം എടുക്കാൻ. കഴിയുന്നതും ചെറിയുള്ളി വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ചെറിയുള്ളിയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി അതിലോട്ട് നമുക്ക് കറിവേപ്പില, പച്ചമുളക് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം ഏകദേശം നമ്മളുടെ ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇപ്പം നമ്മളുടെ ഉള്ളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഈ ഉള്ളിയുടെ മസാല ഇതിനോട്ട് പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളുടെ ചിക്കൻ എല്ലാം കൂടെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. വെള്ളം ഒരിക്കലും ഓവറാവരുത്. 1/2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പെരുംജീരകം, കുരുമുളക്, വലിയ ജീരകം എന്നിവ പൊടിച്ച പൊടി ഇത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആ പൊടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതൊരിക്കലും ഇടാൻ മറക്കരുത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 1-2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഈ മസാല ഒന്ന് ഇതിലേക്ക് പിടിക്കണ വരെ. ഇതിന് മുകളിലായിട്ട് ആവശ്യമുള്ള കറിവേപ്പിലയും മല്ലിച്ചപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ അടിപൊളി പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എന്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാവുന്നതാണ്. അധികം പണിയൊന്നുമില്ല. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും. എന്നിട്ട് എന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു. അസ്സലാമു അലൈക്കും.